ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മൾ ബ്രേക്കപ്പ് ആയിട്ടൊരു 1 വർഷത്തിന് മുകളിലായി. ഈ 1 വർഷത്തിന് മുകളിലായിട്ടും ഞാൻ ഓളും അങ്ങനെ തന്നെയാണ്. ഓളും ഇതുവരെ പോയിട്ട് നമ്മൾ അടിയിൽ നടന്ന പേഴ്സണൽ കാര്യങ്ങൾ എവിടെയും പോയി പറഞ്ഞിട്ടില്ല, ഞാനും എവിടെയും പോയി പറഞ്ഞിട്ടില്ല. ഇനി അങ്ങോട്ടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ പേഴ്സണൽ കാര്യമല്ല അത്. അപ്പം അങ്ങനെ അതിൻ്റെ ഗുഡ് സൈഡ് വേണമെങ്കിൽ ഞാൻ പറയാം. അതിൻ്റെ ഗുഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ഫസ്റ്റ് ലവ്, എൻ്റെ ആദ്യത്തെ പ്രണയം. അപ്പം എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. എനിക്ക് ഇപ്പോഴും എൻ്റെ ഇതിൽ മുന്നിനോട് ചോദിച്ചാൽ അറിയാം, ഇവൻ എപ്പോഴും പറയാം എടുത്ത് കത്തിക്കാൻ. ഓളെ സാധനങ്ങളിൽ ഇട്ട് വെച്ചൊരു പെട്ടിയുണ്ട്, ഇപ്പോഴും ഉണ്ട് എൻ്റെ അലമാരയിൽ. ഒരു ഓർമ്മപ്പെട്ടി എന്നാ പറയുക അതിന്. ഓർമ്മപ്പെട്ടില്ല, എന്തെങ്കിലും സാധനം കാണാണ്ടായി കഴിഞ്ഞാൽ ഞാൻ പാസ്പോർട്ട് ഇങ്ങനത്തെ വിലപിടിപ്പുള്ള സാധനമെല്ലാം ആ പെട്ടിയിൽ വെക്കുക. ആ പെട്ടിയിൽ ഇങ്ങനെ നമ്മുടെ റിലേഷനുള്ള സമയത്ത് കിട്ടിയ സാധനങ്ങളും പിന്നെ ഓളെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളുണ്ടാവില്ലേ, അതിന് ഫോട്ടോസ് അങ്ങനത്തെ എല്ലാം ആ പെട്ടിയിലുണ്ട്. അപ്പോൾ ഇപ്പോഴും എന്തെങ്കിലും കാണാണ്ടായി കഴിഞ്ഞാൽ പാൻ കാർഡ് കാണുന്നില്ല, എടാ പാൻ കാർഡ് കാണുന്നില്ല, എടാ ഓർമ്മപ്പെട്ടിയിൽ നോക്കുക, അങ്ങനെ അറിയാം. അതിലാണ് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളിൽ ഇട്ട് വെക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ആദ്യത്തെ പ്രണയം ആയിക്കൊണ്ട് തന്നെ അത് ഭയങ്കര സ്പെഷ്യലാണ്. ഒരിക്കലും എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു ഇത് തന്നെയാണ്. പക്ഷേ ലൈഫല്ലേ, എല്ലാവരും ലൈഫിൽ ഇങ്ങനെയുള്ള ഇത് ഉണ്ടാവുമല്ലോ. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ വലിയ, അതങ്ങനെ സംഭവിച്ചു, അത്രേ ഉള്ളൂ. നമ്മൾ രണ്ടാളും നല്ല വെൽ റെസ്പെക്റ്റഡ് ആയിട്ട് തന്നെ അതിനെ ഡീൽ ചെയ്തിട്ടുള്ളത്, മനസ്സിലാവും. അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കാരണം ഓളിപ്പം കല്യാണം കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ജീവിക്കാം അല്ലേ. അപ്പം നമ്മൾ ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വന്നിട്ട് ഓളെ പേര് വലിച്ചേക്കേണ്ട കാര്യം അത് മോശമാണ്. ഓക്കെ. അപ്പം ഇപ്പൊ തൊപ്പിക്കെന്ന് പറഞ്ഞാല് പണ്ടത്തെ തൊപ്പി പോലെ അല്ലല്ലോ, ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ തൊപ്പിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ എന്താ പറയാ, ഒരുപാട് പ്രപ്പോസൽസ് വരുന്നുണ്ടാവും ഇൻസ്റ്റാഗ്രാമിലൊക്കെ. എങ്ങനെയുണ്ട്, പ്രപ്പോസൽസ് വരുന്നില്ലേ? വരുന്നുണ്ട്. അങ്ങനെയല്ല, അങ്ങനെ വരുന്നില്ല. ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഡെയിലി പ്രപ്പോസൽസ് വന്നോണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, മാസത്തില് 2 മാസത്തിലൊരിക്കലും. പിന്നെ തൊപ്പിക്ക് ചിലപ്പോൾ മെസ്സേജ് അയക്കാൻ പേടിയായിരിക്കും. തൊപ്പിയുടെ ഇൻസ്റ്റഗ്രാമിലോ ആരാണ് ഇത് വായിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും തൊപ്പി. പല പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഡെയിലി ഇങ്ങനെ പ്രപ്പോസൽ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ ലൈഫ്. അങ്ങനെയൊന്നുമല്ല. മീൻസ് ലാസ്റ്റ് വന്ന പ്രപ്പോസൽ എപ്പോഴാണ്? ഇന്ന് രാവിലെ. ഇല്ല, എനിക്ക് ഓർമ്മയില്ല. ഒരു 2 ആഴ്ച 1 മാസം അങ്ങനെ എന്തോ ആയി. പിന്നെന്ന് വെച്ചാൽ എന്താ ഇവര് പറയുന്നേ? അല്ല, എനിക്കറിയാം തൊപ്പിയാണെങ്കിൽ ഇപ്പൊ ചെറിയ കാര്യങ്ങളൊക്കെ വരെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഓർത്തിരിക്കണ അല്ല, ആളാ. നമുക്ക് പറയാൻ പറ്റില്ല ഇവര് എന്ത് കണ്ടിട്ടാ പ്രപ്പോസ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഭയങ്കര പ്രശ്നമാണ്. അത് മനസ്സിലായോ? പിന്നെന്ന് വെച്ചാൽ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞ. ഇനി ഒരു അറ്റാച്ച്മെന്റോ അറ്റാച്ച്മെന്റ് അങ്ങനത്തെ ഇത് വേണ്ടെന്നുള്ളൊരു മൈൻഡിലാണ് ഉള്ളത്. പിന്നെ പറയാൻ പറ്റില്ല ചിലപ്പോൾ. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ 1-8 സംഭവങ്ങൾ വരും എൻ്റെ മൈൻഡിൽ. ഇപ്പം കഴിഞ്ഞ ദിവസം ആ ഉമ്മ വെച്ച പെണ്ണോട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്തോ അത് ഉറങ്ങി എണീച്ചപ്പോൾ പോയി. അതായത് നമുക്ക് ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു 2 ദിവസം ഉറങ്ങി എണീച്ചാൽ പോവും, പെട്ടെന്നൊരു സംഭവം അടിക്കും. മനസ്സിലായി? ഇങ്ങനെ ഒരു ഭയങ്കര എന്തോ ഒരു സംഭവം തോന്നും. അത് ഉറങ്ങി എണീക്കുമ്പോൾ പോകും. അങ്ങനത്തതേ ഉള്ളൂ, അല്ലാണ്ടൊന്നുമില്ല എനിക്കൊന്നും. തൊപ്പിക്ക് ആരോടെങ്കിലും ക്രഷ് ഉണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ക്രഷ് തോന്നിയതെല്ലാം ഒരു ദിവസം ഉറങ്ങി എണീച്ചാൽ 2 ദിവസം ഉറങ്ങി എണീച്ചപ്പോൾ ലോങ് ടേം ക്രഷ്, അല്ലെങ്കിൽ ഇങ്ങനെ കുറെ കാലം ഇയാളുടെ കൂടെ എനിക്ക് ജീവിക്കണം എന്ന് തോന്നിയത് ഓൾ തന്നെയായിരുന്നു. പക്ഷെ ഇത് മീൻസ് അതിന് കുറെ കാരണങ്ങളുണ്ട്. മീൻസ് ഇത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫ്രണ്ട് ഫസല്, ഓനുമായിട്ട് കുറേ ഇതുണ്ടായിരുന്നു. ഇവക്ക് കുറേ സാമ്യത ഉണ്ടായിരുന്നു. ഓൻ സംസാരിക്കുന്ന പോലെ ഇവള് സംസാരിക്കുക. ഞാൻ എപ്പോൾ ഇവളെ കളിയാക്കിയിട്ട് പറയുന്നൊരു കാര്യം ഫസലിന്റെ പേരും പറഞ്ഞാ. അതായത് ഫസലിന്റെ അതേ ആറ്റിറ്റ്യൂഡ്, അതേ സംസാരം, അത് പറഞ്ഞ് നമ്മൾ കുറേ കളിയാക്കുമായിരുന്നു. ബാക്കി എല്ലാവരും ഉണ്ടെങ്കിൽ പറയാനൊരു രസമായിരുന്നു. മീൻസ് ഷമീറിനല്ലാതെ അറിയാം. ഷമീർ മുന്നിനായാലും പോഡ്കാസ്റ്റ് ആയിക്കൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റും. അതിൻ്റെ അങ്ങനെ കുറേ സംഭവം ഉണ്ടായിരുന്നു. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ഒരിക്കലും ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ടൈമായിരുന്നു. അങ്ങനത്തെ ഒരു ഇത് എൻ്റെ ലൈഫിൽ ഇനി വരുമെന്ന് എനിക്കറിയില്ല. അത് നമുക്ക് നോക്കാം, എനിക്കറിയില്ല.
ചിലപ്പോൾ ഞാൻ വേറൊരാളായിട്ട് റിലേഷൻ ആയിരിക്കും. ഇതൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഞാൻ ചിലപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞാൽ വേറൊരു റിലേഷനിൽ പെടുമായിരിക്കും. എനിക്ക് അറിയില്ല, മനുഷ്യന്റെ മനസ്സല്ലേ, പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ ആരോടും തോന്നിയില്ല. എങ്ങനെ ഒരാളെ ഇഷ്ടാവാ? ഇപ്പത്തെ എന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാള്, അല്ലെങ്കിൽ അധികം സംസാരിക്കാത്ത ഒരു അതെന്തോ എനിക്ക് എന്താന്ന് എനിക്ക് അറിയില്ല. എനിക്ക് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു സംഭവം വന്നു. അല്ല, ഇപ്പൊ തൊപ്പി ഒരുപാട് സംസാരിക്കുന്ന ആളല്ലേ? അല്ല, നോ 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 നോ. ഞാൻ എന്റെ പ്രൈവറ്റ് മൊമെന്റ്സിൽ ഞാൻ സംസാരിക്കുന്ന ആളേ അല്ല. ഞാൻ അങ്ങനെ ഈ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു സഭയിലിരിക്കുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനത്തെ മൊമെന്റിലല്ലാതെ ഞാൻ ആക്റ്റീവ് ആവും. അല്ലെങ്കിൽ ഞാൻ വളരെ സൈലന്റ് ആയിട്ട്, കാരണം എൻ്റെ ഡിഫോൾട്ട് അതാണ്. ഞാൻ ജീവിച്ചു വന്ന ടൈം മൊത്തം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഡിപ്രഷൻ ഈ സാധനമാണ്. അപ്പം എൻ്റെ ഡിഫോൾട്ട് അതായി മാറി. എൻ്റെ റിയാലിറ്റി അതാണ്. ഇങ്ങനെ അധികം സംസാരിക്കാണ്ട് മിണ്ടാണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം പിന്നെന്ന് വെച്ചാൽ ഈ അധികം സംസാരിക്കാത്ത പെണ്ണുങ്ങളാകുമ്പം സമാധാനമാണ്. പക്ഷെ അങ്ങനത്തെ കുട്ടികൾ ഇപ്പൊ ലൈക്ക് മിണ്ടാപ്പൂച്ചകളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ. ആണോ? അതറിയില്ല. അങ്ങനെ ഉണ്ടോ? അല്ലേ മുനു? എനിക്കറിയില്ല. ആരോടാ ചോദിക്കുന്നത്? ഓൻ 40 year old വെർജിനായിട്ട് ഇങ്ങനെ ഇതെടുത്ത അല്ല, അതൊരു സിനിമന്റെ പേരാ. ഞാൻ ട്രോൾ ചെയ്തതാ. ഞാൻ പറയുന്ന വെച്ചാൽ ഇതുവരെ ഒരു റിലേഷൻ ഇല്ലാത്ത ഒരാളാണ്. പറഞ്ഞല്ലോ പാവം പോലെ ഇരിക്കുകയാണ്. പക്ഷെ അങ്ങനത്തെ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ലൈക്ക് അവര് ഇപ്പം ചില ആൾക്കാര് ഇപ്പം ഇങ്ങനെ എന്താ പറയാ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് നടക്കണുണ്ടെങ്കിലും പക്ഷെ അതാണ് അവരുടെ റിയാലിറ്റി. പക്ഷെ ഈ എന്താ പറയാ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കണവര് അവരെ വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ലൈക്ക് അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. പക്ഷെ മിക്കവരും അങ്ങനെ ജെനുവിൻ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ നോക്കട്ടെ. അതെ. അപ്പൊ ഇനി ഇപ്പം തൊപ്പിയുടെ ഇപ്പം എനിക്ക് തൊപ്പി പറഞ്ഞല്ലോ ഒരുപാട് വണ്ടികളുണ്ട്. ഇനിയിപ്പോൾ തൊപ്പിയുടെ ഒരു ഡ്രീം എന്താണ്? ഞാൻ പറഞ്ഞില്ലേ 911 എടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ഡ്രീമാണ്. അപ്പം ഈ അടുത്ത് ഞാൻ ഒരു ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരു വലിയ കോൺട്രാക്ട് കിട്ടി. വലിയ കോൺട്രാക്ട് അല്ല, എനിക്ക് ലൈഫിൽ കിട്ടിയതിൽ ഏറ്റവും വലിയ കോൺട്രാക്ട് ഒന്നും അല്ല അത്. പക്ഷെ റൂട്ടർ എന്ന് പറഞ്ഞൊരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ എനിക്കൊരു അത്യാവശ്യം നല്ലൊരു ഡീൽ കിട്ടി. അപ്പം അത് കിട്ടിയപ്പോൾ ഞാൻ തീരുമാനിച്ച കാര്യം എന്ന് വെച്ചാൽ ഒരു 911 ഈ കോൺട്രാക്റ്റിലൂടെ കിട്ടുന്ന പൈസക്ക് ഒരു 911 എടുക്കുക എന്നുള്ള മൈൻഡിലാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ പഴയ പോലെ അല്ല. എൻ്റെ മോട്ടിവേഷനിൽ ഇപ്പം ഭയങ്കര ലോ ആണ്. കാരണം അവർ എനിക്ക് തന്ന കോൺട്രാക്റ്റിൻ്റെ ഫസ്റ്റ് മാസം തന്നെ ഞാൻ തെറ്റിച്ചു. ഞാൻ മടി പിടിച്ചു. ഞാൻ ട്രാവൽ ചെയ്തു, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഞാൻ സ്ട്രീം ചെയ്തില്ല. സ്ട്രീം ചെയ്യണമെങ്കിൽ വീട്ടിൽ കൊച്ചിയിൽ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ സ്ട്രീമിങ് സെറ്റപ്പിൻ്റെ മുന്നിൽ നിന്ന് എനിക്ക് സ്ട്രീം ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടും. ഞാൻ പല സ്ഥലത്തും പോയി ട്രാവൽ ചെയ്തു, അവിടെ പോയി ഇവിടെ പോയി, പിന്നെ മടി പിടിച്ച് കടന്നുറങ്ങി. ഞാൻ പറഞ്ഞില്ല, ഞാൻ കൂടുതൽ സമയം കടന്നുറങ്ങും. 911 എടുക്കാന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ തുടങ്ങിയെങ്കിലും ഇപ്പം ഭയങ്കര ഉഴപ്പിയിട്ടാണ് ഞാൻ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം അത് എടുക്കൽ കുറച്ച് ലേറ്റ് ആവുമായിരിക്കും, എനിക്കറിയില്ല. എൻ്റെ മോട്ടിവേഷൻ പോലെ. കാരണം വെച്ചാൽ പണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോട്ടിവേഷനാണ്. ഞാൻ അങ്ങനെ മടിച്ചിരിക്കൂല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു റിലാക്സ്ഡ് ആയി മൊത്തത്തിൽ. ഇപ്പം ഇങ്ങനെയൊക്കെ മതി, ഇതൊക്കെ മതി, അങ്ങനത്തെ ഒരു ഒതുങ്ങിപ്പോകുന്ന ഒരു മൈൻഡിലേക്ക് പോകുന്ന പോലെ ഒരു ഫീല്. ഒരു കണക്ക് നല്ല ജീവിക്കാൻ ഇതാ നല്ലത്, സമാധാനം. ലൈക്ക് തൊപ്പി എങ്ങനെയാണ് കൂടുതൽ പൈസ സേവ് ചെയ്ത് വെക്കുന്ന ഒരാളാണോ അതെയോ ലൈക്ക് ഭയങ്കരമായിട്ട് ഓവർ സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണോ? മണി മാനേജ്മെന്റ് എങ്ങനെയാണ്? മണി മാനേജ്മെന്റ് എൻ്റെ വളരെ വളരെ മോശമാണ്. ഞാൻ പല കാര്യങ്ങളിലും പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പല പൈസ, ഞാൻ കളഞ്ഞ പൈസൻ്റെ എണ്ണം എടുത്തു നോക്കിയാൽ അതിന് കയ്യും കണക്കും ഉണ്ടാവില്ല. ഭയങ്കരമായിട്ട് പൈസ ഞാൻ കളഞ്ഞിട്ടുണ്ട്, വെറുതെ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. ഗ്യാംബ്ലിങ്, ഇങ്ങനെ കുറേ ബാഡ് അഡിക്ഷൻസ് എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാൻ എൻ്റെ മുന്നിൽ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതൊക്കെ നിർത്തി. ഇങ്ങനെ ബാഡ് പ്ലേസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടികളെല്ലാം നിർത്തി. ആവശ്യമില്ലാണ്ട് ദൂർത്തടിക്കൽ എല്ലാ പരിപാടിയും നിർത്തി. കാരണം എൻ്റെ മുന്നിൽ ഇപ്പം എൻ്റെ ഗ്യാങ് ഉണ്ട്. ഇവരെല്ലാവരും കാരണം ഇപ്പം വീട്ടിലുള്ള 8 പേരുടെയും കാര്യങ്ങളെല്ലാം നോക്കുന്ന, ഫുൾ ചിലവുകൾ എല്ലാം അവരുടെ കാര്യങ്ങൾ, അവർക്കുള്ള സാലറി, എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാണ്. അപ്പം എൻ്റെ മുന്നിൽ ഇവരൊരു സ്ഥലത്തേക്ക് എത്തിച്ചു വെക്കണം ഒരു ലക്ഷ്യമുണ്ട്. അപ്പം ഞാനങ്ങനെ ബാഡ് ഹാബിറ്റ്സ് ഒന്നും ഇപ്പം ഇല്ല സത്യം പറഞ്ഞാൽ. ഇപ്പം മണി മാനേജ്മെൻറ്റ് എങ്ങനെ നന്നായി വരുന്നു.